പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏകദേശം 10-35 ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ അടിക്കാൻ തുടങ്ങിയത്. ഒരു കാര്യവുമില്ലാതെ, യാതൊരു പ്രകോപനവും ഇല്ലാതെ, ആരെയും ഒരു ഉപദ്രവവും ചെയ്യാതിരുന്ന ഇറാനെ അങ്ങോട്ട് കയറി അടിച്ച് ആ രാജ്യത്തിന്റെ പരമാധികാരിയെ കൊന്ന്, അവരടക്കം 10-30 പേരെ കൊന്നു. അതുപോലെ ആ രാജ്യത്തെ ബോംബിട്ട് തകർത്തു, പലതും ചെയ്തു. ഏകദേശം 800ഓളം സ്കൂളുകൾ തകർത്തു, 290 ആശുപത്രികൾ തകർത്തു. ഇതൊക്കെ തകർത്ത് ഒരുപാട് പേരെ, രോഗികളെ, കുട്ടികളെ, സ്ത്രീകളെ ഒക്കെ കൊന്നു. ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്ന ഒരു രാജ്യത്ത് കടന്നു കയറി ഇത്രയുമൊക്കെ കാട്ടിക്കൂട്ടിയ അമേരിക്കയും ഇസ്രായേലും ഇപ്പോഴും തീവ്രവാദികളും ഭീകരവാദികളും കൊലയാളികളൊന്നുമല്ല. ഇപ്പോഴും ഇറാന് ഭീകരവാദി എന്നും തീവ്രവാദി എന്നും കൊലയാളി എന്നൊക്കെ വിളിക്കാനാണ് താല്പര്യം. ആരാണ് തെറ്റ് ചെയ്തതെന്നോ അല്ലെങ്കിൽ ആരെയാണ് കയറി ആക്രമിച്ചതോ എന്നൊന്നും ഇവിടെ ഒരു വിഷയമൊന്നുമല്ല. ഇപ്പൊ പുറത്തു വരുന്നത് ഇത്രയൊക്കെ തെമ്മാടിത്തരം കാണിച്ചിട്ട്, തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് അമേരിക്കയോട് നഷ്ടം ചോദിച്ചപ്പോ ആ നഷ്ടം ഇനി അറബ് രാജ്യങ്ങൾ, ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് തോന്നിയാസം കാണിച്ചത് അമേരിക്ക, അതിന് സപ്പോർട്ട് ചെയ്തത് ഇസ്രായേല്. രണ്ടാളും കൂടെ ചേർന്നിട്ട് ഇറാനിൽ കയറി അടിച്ചു, ആ രാജ്യത്തെ തകർത്തു. ഇപ്പോ ആ രാജ്യത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ അവർ ആവശ്യപ്പെടുന്നു. അതായത് യുദ്ധം നിർത്തണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നഷ്ടപരിഹാരം ഞങ്ങൾക്ക് കിട്ടണം, അതുപോലെ വെച്ചതുപോലെ വെച്ചിട്ട് പോകണം, ഇവിടെ ഉപാധികളും വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ തീരുമാനിക്കും, അതുപോലെ അങ്ങോട്ട് അവസാനിക്കും, ഇല്ലെങ്കിൽ തീരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക് എന്നാണ് അവർ പറയുന്നത്. നോക്കാം നമുക്കെന്നാ പറയുന്നത്. കാരണം അത്രത്തോളം അവർ സൈനികമായി അല്ലെങ്കിൽ ആയുധപരമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ് എന്നത് ഇവരാരും ചിന്തിച്ചില്ല. ഇതാണ് അതിന്റെ വസ്തുത. ഇപ്പൊ അമേരിക്ക പറയുന്നത് നഷ്ടം അറബ് രാജ്യങ്ങൾ കൊടുക്കണമെന്ന്. അതായത് അയാൾ ചെയ്ത തെമ്മാടിത്തരത്തിന്, തോന്നിയാസത്തിന് ഉള്ള നഷ്ടം ബാക്കിയുള്ള അറബ് രാജ്യങ്ങൾ കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണ്, അവരെ ഒന്നും നമ്മൾ തെമ്മാടി രാജ്യമെന്നോ തെമ്മാടി പ്രധാനമന്ത്രിയെന്നോ പ്രസിഡന്റെന്നോ ഒന്നും നമ്മൾ വിളിക്കില്ല, തെറ്റുകാരെന്ന് വിളിക്കില്ല, തീവ്രവാദി എന്ന് വിളിക്കില്ല, ഭീകരവാദി എന്ന് വിളിക്കില്ല. കാരണം അവരൊക്കെയാണ് ഭീകരവാദവും തീവ്രവാദവും കാണിക്കുന്നത്. എന്നിട്ട് അവരൊക്കെ പുണ്യാളന്മാരായിട്ട് ഇങ്ങനെ ഇരിക്കും. ആരാ പറഞ്ഞത് ഇറാനിൽ കയറി അടിക്കാൻ വേണ്ടിയിട്ട്? ആരാ ഇറാനിൽ കയറിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു? ഇറാൻ ആരെങ്കിലും ദ്രോഹം ചെയ്തോ? എന്നിട്ട് ഇപ്പൊ ഇറാനിൽ ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കി, ഇറാന്റെ ഒരു പേട്ട് ഡ്രോണിനെ, ഒരു 20 ലക്ഷത്തിന്റെ ഒരു പേട്ട് ഡ്രോണിനെ കൊല്ലാൻ വേണ്ടിയിട്ട് 37 കോടിന്റെ പേറ്റേറ്റ് അവിടെ നിന്ന് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ പലതും കൊടുക്കേണ്ടി വന്നു. ഇനിയിപ്പോ ആ നഷ്ടങ്ങളെല്ലാം കൂടി, അതായത് ഈ ആവശ്യമില്ലാതെ ഇസ്രായേലും അമേരിക്കയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ യുദ്ധത്തിൽ അവർക്ക് സംഭവിച്ച നഷ്ടം ഇനി അറബ് രാജ്യങ്ങളെല്ലാം കൂടി വഹിക്കണമെന്നാണ് പറയുന്നത്. ഈ ബാക്കിയുള്ള സൗദി അറേബ്യ, ഖത്തർ, ഒമാന്, UAE അടക്കമുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് അമേരിക്കയ്ക്ക് നഷ്ടം കൊടുക്കണം. അവർ തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് കൊടുക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ കേട്ട് ചിരിക്കാൻ വേണ്ടി ഇവിടുത്തെ ലോകം, എന്നിട്ട് നമ്മൾ ഇവിടെയും ഉണ്ട് കുറെ എണ്ണം, കുറെ വായ്നോക്കികൾ, കുറച്ചെണ്ണം. എന്താണ് വാസ്തവം, എന്താണ് സത്യം, അല്ലെങ്കിൽ ആരാണ് നീതി, എന്താണ് വസ്തുത എന്നൊന്നും ചിന്തിക്കാതെ അങ്ങോട്ട് അടിച്ചു വിടുകയാണ്. ഒരു മറുഭാഗത്ത് ഒരു പേരുണ്ടല്ലോ, എന്തെങ്കിലും ഒരു അഹമ്മദെന്നോ മുഹമ്മദെന്നോ എന്തെങ്കിലുമൊക്കെ ഒരു പേരുണ്ടാവും. ആ പേരുകാരനായി കഴിഞ്ഞാൽ അവൻ പോക്രിയായി, മോശക്കാരനായി. അതാണ് ഇവിടുത്തെ ഒരു നിലപാടെന്ന് പറയുന്നത്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ മതങ്ങൾക്ക് എന്ത് പ്രസക്തി? മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട് അവരവരുടെ ആശയപരമായിട്ട് മാറി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള യൂണീക്കായിട്ട് ഓരോ മനുഷ്യനും കൊടുത്തിട്ടുള്ളതാണ് ഈ മതം എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ ജീവിക്കുന്നത് പോലെ മറ്റുള്ളവർ ജീവിക്കണം എന്ന് പറയുന്നത് ഏവനായാലും കണക്ക് തന്നെ, അത് ഏത് മതത്തിലായാലും അത് കണക്ക് തന്നെ. ഒരുത്തിനെ കയറി ആക്രമിച്ചിട്ട്, ഒരു രാജ്യത്തെ കയറി ആക്രമിച്ചിട്ട് ആ അക്രമത്തിൽ പൊറുതിമുട്ടി അവൻ തിരിച്ചടിച്ചപ്പോൾ അവൻ ഭീകരവാദി. അവന്റെ മതവും കൂടെ നോക്കിയിട്ട് അവൻ ഈ ലോകത്തെ നശിപ്പിക്കുന്നവൻ, നശീകരണവാദി. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് ആ തെമ്മാടിത്തരം കാണിച്ചവനുള്ള നഷ്ടം കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബാക്കിയുള്ളവരും കൂടെ എല്ലാം കൂടി ചേർന്നിട്ട് ചെയ്യാം. ലൈസൻസും ഇല്ല, ഇൻഷുറും ഇല്ല, ഒരു വണ്ടി അങ്ങോട്ട് എണ്ണച്ചുകൂടെ ഓടിച്ചിട്ട് വേറെ തന്നെ വണ്ടി ചെന്ന് കയറിയിട്ട് ഈ വണ്ടി ശരിയാക്കാൻ നഷ്ടം തരണമെന്ന് പറയുന്ന പോലെ ഈ വർത്താനം എന്ന് പറയുന്നത് കാണിച്ച് തെമ്മാടിത്തരം എന്താണ്? വളരെ മാന്യമായി പൊയ്ക്കൊണ്ടിരുന്ന, സ്വന്തം കാര്യം നോക്കിക്കൊണ്ടിരുന്ന ഒരു രാജ്യത്ത് കടന്നു കയറി അവരുടെ പരമാധികാരത്തിൽ കയറി അടിച്ചു. എന്നിട്ട് ഇവിടെ ഏറ്റവും രസം ഇന്ത്യയിൽ സംസാരിക്കുന്നത് ഇറാൻ ആയതുകൊണ്ട് ഇറാൻ തെറ്റുകാരൻ, അമേരിക്കയും ഇസ്രായേലും പുണ്യാളന്മാരും. അവിടെ ഇസ്രായേലിൽ എന്തൊക്കെ ചെയ്തു? ഇസ്രായേൽ ചെയ്തെങ്കിൽ കാര്യമായി പോയി. സംഗതി ജീവനൊക്കെ വലുതാണ്, ഓരോ രാജ്യത്തിന്റെയും പൗരന്മാർ ഒരു വലുതാണ്, അവരുടെ ജീവനും ജീവിതം ഒക്കെ വലുതാണ്, ഒക്കെ ശരി. മനുഷ്യരും മനുഷ്യത്വം ഒക്കെ നമ്മൾ നോക്കിയേ പറ്റൂ. പക്ഷെ ഒരു പരമാധികാര രാജ്യത്ത് കയറി അടിക്കുമ്പോൾ അവർ പൂമാലയും കൊണ്ട് ഇടുന്നില്ലല്ലോ, അവർ തിരിച്ചു പോകുമ്പോഴില്ല. അതറിയാത്ത നേതാക്കളാണെന്നുണ്ടെങ്കിൽ ആ നേതാക്കളെ പിടിച്ച് പുറത്താക്കണതേ. ഇസ്രായേലിലെ ജനങ്ങളെ ഒരു വിലയും കൽപ്പിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിനെ കാലിത്തൂക്കി നിലത്തടിച്ചുകൊണ്ട് മാറ്റി വയ്ക്കേണ്ട ഉത്തരവാദിത്വം ഇസ്രായേലിലെ പൗരന്മാർക്കുള്ളതാണ്. ഇസ്രായേലിലെ ജനങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ നെതന്യാഹു തടസ്സമാണെന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചു മാറ്റണം, അതല്ലേ വേണ്ടത്. അല്ലാതെ അയാൾ കാണിക്കുന്ന സകല തോന്നിയാസങ്ങൾക്കും സപ്പോർട്ടും ചെയ്തു കൊടുത്തിട്ട് പിന്നെ ഇറാൻ അവർക്ക് പൂമാലായിട്ട് വാഴിക്കാൻ കൂടെ വേണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്.
അവിടെ എന്താ സംഭവിച്ചത്? ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു യുദ്ധം ഉണ്ടാക്കുക, എന്നിട്ട് ആദ്യ ദിവസം തന്നെ അവിടുത്തെ പരമാധികാരി ഇങ്ങോട്ട് വധിക്കുക. സംഭവിക്കാതിരിക്കട്ടെ, ഇത് വല്ലതും ഇന്ത്യയിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ എന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. പിന്നെ എന്തായിരിക്കും ഇന്ത്യ നമ്മുടെ നിലപാട്? അന്ന് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. വേണ്ട, പഹൽഗാം എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം ആലോചിച്ചാൽ മതി. പാകിസ്ഥാനിൽ നിന്ന് കുറച്ച് തീവ്രവാദികൾ, മനുഷ്യന്മാരെന്ന് വിളിക്കാൻ നിൽക്കൂല, അവർ തീവ്രവാദികൾ തന്നെ, ഇവിടെ നുഴഞ്ഞു കയറിയിട്ട് ഇവിടെ ഉള്ളവന്റെ മതം നോക്കി, അതും വളരെ ആഭാസകരമായിട്ട് ഉള്ള പരിശോധന അങ്ങോട്ട് നടത്തി, എന്നിട്ട് അങ്ങോട്ട് വെടിവെച്ച് കൊല്ലുക. അവരുടെ കുട്ടികളുടെ, അവിടെ ഭാര്യമാരുടെ മുന്നിൽ വെച്ച് അങ്ങോട്ട് കൊല്ലുക. ഭീകരവാദം എന്നല്ല, പിന്നെ എന്താ പറയാ, നോക്കി അവർക്ക് പൂമാലയിട്ട് വാഴിക്കണമായിരുന്നു. ഈ പാകിസ്ഥാനിലുള്ള ഈ തീവ്രവാദികളെ നമ്മൾ പൂമാലയിട്ട് വാഴിക്കണമായിരുന്നു, അങ്ങനെയാണോ പറയുന്നത്? അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ഇന്ത്യ പോയി അത് ചെയ്തു പോന്നു. നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇന്ത്യ നമ്മൾ അഭിമാനപൂർവ്വം പറയുന്നില്ലേ? അത് തന്നെയല്ലേ ഇറാനും ചെയ്യുന്നത്. ഇറാൻ ഒരിക്കലും ഇസ്രായേലിൽ പോയി ബോംബിട്ടില്ലല്ലോ, ഇറാൻ ഒരിക്കലും അമേരിക്കയിൽ പോയി ബോംബിട്ടില്ലല്ലോ, അവിടെ ആരെയും തകർത്തില്ലല്ലോ. ഇറാനിൽ കയറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 100-800 സ്കൂളുകൾ തകർത്തു. അതിൽ ഒരു സ്കൂൾ തകർന്ന് ഒരു സ്കൂളിൽ മാത്രം 200 പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു, സെക്കൻഡിൽ കൊല്ലപ്പെട്ടു. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് രണ്ടെണ്ണത്തിന്. ഇറാൻ ഇപ്പൊ അടുത്ത കാലത്ത് പൊക്കിയിട്ടുണ്ട് ഈ രണ്ടെണ്ണത്തിന്. അമേരിക്കൻ പട്ടാളക്കാരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, കൊണ്ടിട്ടിട്ടുള്ള ആൾക്കാരെ. പിന്നെ 10-200 ആശുപത്രികൾ. ഈ ആശുപത്രികളിൽ ബോംബിട്ട ചരിത്രമുണ്ടോ? ഇസ്രായേലും അമേരിക്കയും അല്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധവേളയിൽ ആശുപത്രിയിൽ ബോംബിട്ട ചരിത്രമുണ്ടോ? ഇസ്രായേൽ ചെയ്യും. ഇസ്രായേൽ ചെയ്യുന്നത് കൂട്ടക്കുരുതിയാണ്. കാര്യം മനുഷ്യനെ കൊല്ലുക, കൊന്നൊടുക്കുക എന്നുള്ള ഒറ്റ കർമ്മമാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ലോകത്തെ ഗസയിൽ കൂട്ടക്കുരുതി നടക്കുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ രാജ്യം പിടിച്ചെടുത്തൂടെ? ഇപ്പൊ ഗസ വേണമെന്നുണ്ടെങ്കിൽ ഗസ അങ്ങ് പിടിച്ചെടുത്തിട്ട് ആ പൗരന്മാരോട്, ഇസ്രായേൽ പൗരന്മാരോട്ട് ചേർക്ക്. അല്ല വേണ്ടത്. എന്തിനാ അവർ കൊന്നൊടുക്കേണ്ട ആവശ്യം? അപ്പൊ ഇസ്രായേലിന് വേണ്ടത് ഗസ പ്രദേശമാണ്. ആ പ്രദേശം പിടിച്ചെടുക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവർക്ക് വേണ്ട. ഒന്നുകിൽ അവിടെയുള്ള ജനങ്ങൾ നാട് വിട്ടു പോകണം, അല്ലെങ്കിൽ അവർ കൊന്നൊടുക്കിയിട്ട് ഒരു വിജന പ്രദേശം എടുക്കണം. എന്നിട്ട് തങ്ങളുടെ ജൂതന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തൊക്കെ വീട് വെച്ചു കൊടുത്ത് താമസിപ്പിക്കണം. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ജൂതന്മാർ, കുറെ മൃഗങ്ങൾ, മനുഷ്യന്മാരെന്ന് വിളിക്കാൻ പോലും. എല്ലാ ജൂതന്മാരുടെ കാര്യമല്ല പറയുന്നത്. ചിലർ വിവരമില്ലാത്ത, ഇവിടെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നമുക്കറിയാലോ, ഈ പശുവിന്റെ പേരിൽ, മാംസത്തിന്റെ പേരിൽ കൊല നടത്തുന്ന കുറച്ചെണ്ണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ കുറച്ചെണ്ണം. തിരിച്ചും നേരത്തെ പാകിസ്ഥാനെ ഒന്ന് കണ്ട് മുണ്ടുപൊക്കി വെടിവെച്ചു എന്ന് പറഞ്ഞതുപോലെ കുറച്ചെണ്ണം. അങ്ങനെ കുറച്ചെണ്ണം ഇസ്രായേലിലുമുണ്ട്. കുറച്ചെണ്ണം ചെന്നിട്ട് അവിടെ പാലസ്തീനികളുടെ, ഗസയിലുള്ള ആൾക്കാരുടെ അവരോട് നിങ്ങൾ മാറിപ്പോ, എനിക്ക് വീട് വേണം, ഇറങ്ങിപ്പോകാൻ പറയാണ്. എനിക്ക് വീട് വേണം, അത് എന്റെ വീട്, നിന്റെ വീട് അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് വേണം. അവരെങ്കിൽ ഇറക്കി വിട്ടിട്ട് അന്ന് മുതൽ അത് അവന്റെ വീട്. ഇങ്ങനെ എത്ര കഥകളാണ്. തെമ്മാടിത്തരം എന്നല്ലാതെ ഇതിനെന്താ ഇത് പേര് പറയുക? എന്താ ഇതിനൊന്നും തെമ്മാടിത്തരം പറയാത്തത്? ലോകം എന്താ പറയാത്തത്? ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ ഇത്രയധികം നാശം ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് അതിന് തീവ്രവാദമെന്നോ ഭീകരവാദമെന്നോ അത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു മറ്റേന് ഉറപ്പ് പോലും ഇല്ലാത്ത എന്താ ഇവിടെ ആൾക്കാർക്ക്? ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച് ഇറാനിൽ കയറി അടിച്ച് പോരാഞ്ഞിട്ട് അമേരിക്കന്റെ ബേസുകളൊക്കെ ഇറാൻ കയറി അടിച്ച് ഇതിനുള്ള മുഴുവൻ നഷ്ടം അമേരിക്കയ്ക്ക് കുറെ നഷ്ടം ഉണ്ടായി. വെറുതെ ഇരുന്ന ഇറാനെ ചൊറിഞ്ഞിട്ട് കൊണ്ടുണ്ടായി നഷ്ടം. അതായത് അങ്ങോട്ട് ചെന്ന് ഇറാനെ അടിക്കുക, അതിൽ കുറെ പട്ടാളക്കാർ പോയി, പിന്നെ കുറെ ആയുധങ്ങൾ പോയി, പിന്നെ അമേരിക്കയുടെ കുറെ ബേസുകൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരുന്നു. ആ മിഡിൽ ഈസ്റ്റുകൾ, ഈ പറഞ്ഞ ബേസുകൾ മുഴുവൻ ഇറാൻ തകർത്തു, തരിപ്പണമാക്കി. ഇപ്പൊ ഇനി അതിന്റെ എല്ലാ നഷ്ടവും കൂടി ഇനി ഈ അറബ് രാജ്യങ്ങൾ കൊടുക്കണമെന്നാണ് ഇപ്പൊ പറയുന്നത്. സത്യത്തിൽ ഇവനെയൊക്കെ, ഈ ട്രംപിനെയും ഈ നെതന്യാഹുവിനെയൊക്കെ ഇങ്ങനെ വാഴിച്ചുകൊണ്ട് നടക്കുന്നതിന്റെ ചന്തിക്ക് കുറ്റിച്ചൂലുകൊണ്ട് ചാണകം മുക്കി അടിക്കേണ്ട ടൈം കഴിഞ്ഞേക്കണം. ഈ അറബികൾക്ക് നാണോമാനം ഉളുപ്പില്ല. ഇറങ്ങി പോടാന്ന് പറഞ്ഞൂടെ അവിടെ നിന്ന്? വാരിക്കിട്ടെ, ട്രംപും വേണ്ട, ഒരു തേങ്ങ വേണ്ട, ഇറങ്ങി അങ്ങോട്ട് പോവാ, അങ്ങോട്ട് അടിച്ചിറക്കി വിടുക. അയാളെ അങ്ങോട്ട് ആട്ടി വിട്ടിട്ട് ഇറാനെന്ന് കൂടെ കൂട്ടിയാൽ മതി. സ്വന്തം അയലത്ത് കിടക്കുന്നവൻ തന്നെയാണ് ഉപകരിക്കുക. ഏതെങ്കിലും നാട്ടിൽ എവിടെയെങ്കിലും കിടക്കുന്നവനല്ലോ, ഒരു ഉപകാരം ഉണ്ടായിട്ടില്ലല്ലോ, അവിടെ നഷ്ടമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഇവർക്കാണുള്ളത്. ആ നിലയ്ക്ക് അങ്ങോട്ട് ആട്ടി പുറത്താ. ട്രംപ് എന്നല്ല, ഏത് ചേമ്പെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ആട്ടി ഇറക്കി വിട്ടിട്ട് ഈ ഇറാനെ ഇപ്പൊ എന്താണ് മുസ്തഫ ഖമൈനി അങ്ങോട്ട് പിടിക്കുക, പറയാ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ ഭയപ്പെട്ടു, നിങ്ങളെ ശത്രുക്കളായി കണ്ടു, നമുക്ക് മിത്രങ്ങളാകാന്ന് പറഞ്ഞ് തീരുന്നൊരു വിഷയമുള്ളൂ. അറബികൾക്ക് അങ്ങനെ സുഖമുണ്ടല്ലോ, കെട്ടിപ്പിടിച്ച് 2 കവളത്ത് മുത്തം കൊടുത്താൽ തീരുന്ന എല്ലാ വിഷയം, ഏത് വലിയ മഹാഭാവം അതിൽ തീരും. ആ ഒരു ഹൃദയബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്ക എന്നല്ല ഒരു തീവ്രവാദിയും എവിടെയും കയറി ആരും കയറി അള്ളാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് അറബി രാജ്യങ്ങളിൽ, GCC രാജ്യങ്ങളിൽ ആരും കയറി അള്ളാൻ പോകുന്നില്ല. ആ ഐക്യം ഇനിയെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലുതന്നെ ഇപ്പൊ അമേരിക്ക ചോദിക്കും, ഇസ്രായേൽ ചോദിക്കും, ഒക്കെ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. Different angles. Don't forget to subscribe and support this channel.